കണ്ണൂരിൽ 4 വിമാന സർവീസുകൾ റദ്ദാക്കിയെന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് സർവീസുകൾ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. നെടുമ്പാശ്ശേരിയിലെ 2 സർവീസുകൾ നിലച്ച സാഹചര്യം. എന്നാൽ കണ്ണൂരിലേക്ക് പോകുമ്പോൾ അവിടെ 4 വിമാന സർവീസുകളാണ് റദ്ദാക്കപ്പെട്ടിട്ടുള്ളത്. വിവരങ്ങളുമായി എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. സന്തോഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അഞ്ജന. സന്തോഷ്, വലിയ ആശ്വാസത്തിൽ തന്നെയാണ് യാത്രക്കാരുണ്ടായിരുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സമരം ഒത്തുതീർപ്പാകുന്നു. പക്ഷേ കണ്ണൂരിലേക്ക് വരുമ്പോൾ അവിടെ ഇന്നും 4 വിമാന സർവീസുകൾ മുടങ്ങിയ സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്താണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നൽകുന്ന വിശദീകരണം? എന്ത് കാരണത്തിന്റെ പുറത്താണ് ഇന്ന് സർവീസുകൾ മുടങ്ങിയിരിക്കുന്നത്? അഞ്ജന, കണ്ണൂരിൽ ഇതുവരെയും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ സർവീസുകൾ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും അവസാനമായി നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 6 വിമാനങ്ങൾ ഇതുവരെ 6 വിമാനങ്ങൾ ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട്. മസ്കറ്റ്, ഷാർജ, ദമാം, ദുബായ്, റിയാദ്, അബുദാബി ഈ സ്ഥലങ്ങളിലേക്കുള്ള വിമാനത്താവളങ്ങളിലേക്കുള്ള 6 സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം 6:05 ഷാർജയിലേക്കുള്ള വിമാനം മാത്രമാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതുവരെയുള്ള എല്ലാ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വിമാനങ്ങളും റദ്ദാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും എത്തേണ്ടുന്ന 4 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ കൂടി റദ്ദാക്കിയിട്ടുണ്ട്. പതിവ് പോലെ തന്നെ യാത്രക്കാർ ഇന്നും വിമാനത്താവളത്തിൽ എത്തി. പലരും ഇത് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആദ്യ ദിവസങ്ങളിൽ റദ്ദായത് മൂലം യാത്ര മുടങ്ങിയവർക്ക് അവർക്ക് ഇന്ന് ഉൾപ്പെടെയുള്ള ഇന്നലെയും ഇന്നുമായും എല്ലാമുള്ള വിമാനങ്ങളിലേക്ക് റീഷെഡ്യൂൾ ചെയ്ത് നൽകിയിരുന്നു. എന്നാൽ വീണ്ടും സർവീസുകൾ മുടങ്ങുന്നതോടുകൂടി അവർക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ പലരും മറ്റ് വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിദേശ വിമാന കമ്പനികളെ ഉൾപ്പെടെ ആശ്രയിച്ചുകൊണ്ട് പോകുന്ന സ്ഥിതിയാണുള്ളത്. മാംഗ്ലൂരു ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിൽ നിന്നും മറ്റ് വിദേശ വിമാന കമ്പനികൾ ഉൾപ്പെടെയുള്ള സർവീസുകൾക്ക് വലിയ തുക മുടക്കി. കാരണം പെട്ടെന്ന് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് വലിയ തുകയാണ് നൽകേണ്ടി വരിക. പലരുടെയും ജോലിയുടെ അവധി തീരുന്ന ദിവസങ്ങളിലാണ് അവരുടെ വിസ കാലാവധി അവസാനിക്കുന്നവരുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന ബാംഗ്ലൂരുവിൽ നിന്നും മാംഗ്ലൂരു വിമാനത്താവളങ്ങളിൽ നിന്ന് മറ്റ് വിമാന സർവീസുകളിൽ പലരും യാത്ര പോവുകയാണ് ചെയ്തത്. കാരണം ഈ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വിമാനങ്ങൾ എപ്പോൾ പൂർവ്വസ്ഥിതിയിൽ പുനഃസ്ഥാപിക്കും, പൂർണ്ണമായും എല്ലാ സർവീസുകളും പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതുവരെയും വ്യക്തതയില്ല. ഇപ്പോഴും യാത്രക്കാർക്ക് കണ്ണൂർ വിമാനത്താവളം നൽകുന്ന മുന്നറിയിപ്പ്, ഇത് സംബന്ധിച്ചുണ്ടാകുന്ന ഇത്തരത്തിൽ വിമാനം റദ്ദാകുന്ന വിഷയത്തിൽ ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു മുൻകൂറായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് വിമാനം പുറപ്പെടേണ്ടുന്ന ഈ സമയത്തിന് 3-4 മണിക്കൂറുകൾ മുമ്പാണ് ഈ റദ്ദാകുന്ന വിവരം അറിയുന്നത്. ഏതായാലും കണ്ണൂരിൽ നിന്നും വിമാനത്താവള അധികൃതർ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം കുറച്ച് മുൻപേ തന്നെ മുന്നറിയിപ്പ് നൽകാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. ഏതായാലും ഈ വലിയ പ്രതിസന്ധി തന്നെയാണ് കഴിഞ്ഞ 3 ദിവസങ്ങളായി കണ്ണൂർ വിമാനത്താവളത്തിൽ ഇപ്പോൾ നേരിടുന്നത്. ഇപ്പോൾ ഈ കണ്ണൂരിൽ നിന്നുള്ള ഷെഡ്യൂളുകൾ പ്രകാരം 2 വിമാനങ്ങൾ, അതായത് ഉച്ചയ്ക്ക് ഏറ്റവും പുതിയ ഒരു വിവരമനുസരിച്ച് 2 വിമാനങ്ങൾ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പുറപ്പെടേണ്ടുന്ന വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. നേരത്തെ 1 മാത്രമായിരുന്നു, ഷാർജയിലേക്കുള്ള വിമാനം മാത്രമായിരുന്നു ഷെഡ്യൂൾ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ 6:15 പുറപ്പെടേണ്ടുന്ന റാസൽ ഖൈമയിലേക്കുള്ള വിമാനം കൂടി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതായത് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടു കൂടി സർവീസുകൾ പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് ഈ ഏറ്റവും ഒടുവിലായി വരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാകുന്നത്. ശരി സന്തോഷ്. എന്തായാലും സന്തോഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം റീഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് വിമാനങ്ങൾ. സ്വാഭാവികമായും സർവീസുകളെല്ലാം തന്നെ വൈകുന്നേരത്തോടു കൂടി ഉച്ചയ്ക്ക് ശേഷം പുനരാരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. 2 ദിവസമായി യാത്രക്കാരെ വലച്ചുകൊണ്ടാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അവരുടെ സർവീസുകൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. നിരവധി സർവീസുകൾ, ഏകദേശം 200-ലധികം സർവീസുകളാണ് ക്യാൻസൽ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളുമായി യാത്ര തിരിച്ച ഒരു വിഭാഗം ആളുകളെ വലിയ രീതിയിൽ അവരുടെ ജീവിതത്തിന്റെ പ്രതീക്ഷയടക്കം അസ്തമിക്കുന്ന രീതിയിൽ തന്നെ ബാധിച്ച ഒരു വലിയ പ്രതിസന്ധി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രിയോടുകൂടി സമരം അവസാനിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ട വിമാനം കൃത്യമായി സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ നെടുമ്പാശ്ശേരിയിലും കണ്ണൂരിലും സമാനമായ സാഹചര്യമല്ല ഉള്ളത്. നിരവധി വിമാന സർവീസുകൾ മുടങ്ങുന്നു. എന്നാൽ ഇവയെല്ലാം ഉച്ചയ്ക്ക് ശേഷം റീഷെഡ്യൂൾ ചെയ്യപ്പെടും എന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഉള്ളത്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകളിലേക്ക് നമുക്ക് കടക്കാം.